നമ്മളെ ഫോണിൽ നമ്മൾ ഒരുപാട് ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കും. ആവശ്യമാണ് നമുക്ക് എളുപ്പം ആക്സസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ നമ്മൾ പവർ ബട്ടണും വോളിയം ബട്ടണും ലോങ് പ്രസ് ചെയ്യും. ചില ഫോണിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ എല്ലാ ഫോണിലും ഇല്ല. എല്ലാ സെറ്റിങ്സും എല്ലാ ഫോണിലും വർക്ക് ആകുകയില്ല. ഓരോ ഫോണിലും ഓരോ ഫീച്ചറുകളാണ്. ഇപ്പോൾ ആൻഡ്രോയിഡ് 10 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള വെർഷൻ ഫോണുകളിൽ MIUI 11 മുതൽ മേലോട്ടുള്ള ഫോണുകളിൽ ഷോർട്ട് കട്ട് സെറ്റിങ്സ് ഉണ്ട്. അതിൻ്റെ താഴോട്ടുള്ളതിലൊന്നും ഞാൻ കുറച്ച് ഫോൺ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കണ്ടിക്കില്ല കേട്ടോ. ഈ ഷോർട്ട് കട്ട് സെറ്റിങ്സിൽ എന്തൊക്കെയുള്ളത് നമുക്കതൊന്ന് നോക്കാം. വളരെ ഉപകാരമുള്ളൊരു സംഭവമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏതൊക്കെ ഫോണിൽ എന്തൊക്കെ ഫീച്ചർ അവൈലബിൾ ആണെന്ന് എല്ലാം ഒന്നിച്ച് പറയാനായാലും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം MIUI 11 മുകളിലോട്ടുള്ള ഫോണിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇത് കണ്ടിക്കുക. ഇവിടെ സെറ്റിങ്സിൽ നിങ്ങൾ ചില ഫോണിൽ അഡീഷണൽ സെറ്റിങ്സിലുണ്ടാകുക, അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യുക ബട്ടൺ ഷോർട്ട് കട്ട് എന്ന് സെർച്ച് ചെയ്യുക. ബട്ടൺ ഷോർട്ട് കട്ട് എന്ന് സെർച്ച് ചെയ്താൽ ഇത് ഇവിടെ വരും. ചില ഫോണിൽ ഷോർട്ട് കട്ട് സെൻറ്റർ എന്നുണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഷോർട്ട് കട്ടുകൾ, ഇപ്പോൾ ക്യാമറ ലോഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുക്കും. ഡബിൾ പ്രസ് പവർ ബട്ടൺ, 2 പ്രാവശ്യം പവർ ബട്ടൺ ഞെക്കിയാൽ ക്യാമറ ഓൺ ആവും. അതുപോലുള്ള കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഓപ്ഷൻ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലോഞ്ച് ഗൂഗിൾ അസിസ്റ്റൻറ്റ്, നമുക്ക് ഏത് ബട്ടൺ എങ്ങനെ ഞെക്കിയാൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓപ്പൺ ആണെന്നുള്ള കുറേ ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. അതുപോലെ സ്ക്രീൻഷോട്ട്, ടേൺ ഓഫ് സ്ക്രീന്, അതായത് നമ്മളെ സ്ക്രീന് പവർ ബട്ടൺ ഉപയോഗിക്കാണ്ട് തന്നെ ടേൺ ഓഫ് ചെയ്യുന്നത്. ടേക്ക് എ സ്ക്രീൻഷോട്ട് എല്ലാവർക്കും ഉപകാരമുള്ളതാണ്. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ലോങ് പ്രസ് ഹോം ബട്ടൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഹോം ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കാം. വളരെ സിമ്പിളായിട്ട് ഇതുപോലെ കുറേ ഷോർട്ട് കട്ടുകളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മളെ ഫോണിൻ്റെ സ്ക്രീൻ ഓഫാകാൻ പവർ ബട്ടണിൽ ഉപയോഗിക്കുന്നത്, അതിന് പകരം ഈ ടേൺ ഓഫ് സ്ക്രീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ലോങ് പ്രസ് മെനു ബട്ടൺ ഉണ്ട്, ലോങ് പ്രസ് ബാക്ക് ബട്ടൺ ഉണ്ട്, അതെനിക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ലോങ് പ്രസ് ബാക്ക് ബട്ടൺ സെലക്ട് ചെയ്ത് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കാം. അതാ ഓഫായി. അതുപോലെ ഉപകാരമുള്ള ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ട്. നിങ്ങളെ ഫോണിൽ ഏതൊക്കെ അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് ഉപയോഗിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.